ഗൈസ് എനിക്ക് ഒരുപാട് കമൻസുകളും അല്ലെങ്കിൽ മെസ്സേജുകളും പലയിടത്തും എന്നെ മെൻഷൻ പോലും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. മറ്റൊന്നുമല്ല, ഇഗോർ സ്ട്രീമാച്ചിൻ്റെ ഒരു ചാറ്റ് സെഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇതിലൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ആക്ച്വലി അതൊരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഫെഡറേഷനെ പറ്റി പറഞ്ഞതല്ലേ, കല്യാൺ ജോബിയെ പറ്റി അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള കാര്യങ്ങളൊന്ന് വിലയിരുത്താമെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അദ്ദേഹത്തിന് എന്തോ ഇടയ്ക്ക് ഹേർട്ട് സർജറിയൊക്കെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ആക്ച്വലി എനിക്ക് അത് കേട്ടപ്പോൾ കുറച്ച് വിഷമമായി പോയി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിമർശനങ്ങളും അല്ലെങ്കിൽ ക്രിറ്റിസിസമൊക്കെ കുറച്ച് തരത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീൽസോ ഇത്രയൊക്കെ ഇടുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ക്രിറ്റിസിസംസ് ഒക്കെ എന്താണേലും വേണമായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു സംഭവം കേട്ട നിലയിൽ എനിക്ക് ചെറുതായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു. സോ എന്താണെങ്കിലും നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കിടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഫെഡറേഷനെ പറ്റി തന്നെയാണ്. ഫെഡറേഷനെ പറ്റി ക്രൂഷ്യലായിട്ട് പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെഡറേഷൻ എങ്ങനെ റൺ ചെയ്യണമെന്ന് അറിയുന്ന ആളുകളല്ല അതിൻ്റെ തലപ്പത്തുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. എനിക്ക് വളരെ സെയിം ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ തന്നെയാണ് ഈ ഒരു വിഷയത്തിലുള്ളത് എന്നുള്ളതാണ്. അതിപ്പം സീനിയർ ടീമിൻ്റെ കാര്യം വിടാം, കാരണം അതൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അതല്ലാത്ത പല വിഷയങ്ങളിലേക്കൊക്കെ വന്നാലും എന്താണ് ആ ഒരു ഡെവലപ്മെൻറ്റ്, ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ ചെയ്യുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പം അണ്ടർ 23 കാറ്റഗറിയെ പറ്റി നമ്മൾ നിരന്തരമൊക്കെ ഈ ഒരു ചാനലിൽ വീഡിയോ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ റീൽസിലും ഇതിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സിലൊക്കെ ആയിട്ട്. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം അണ്ടർ 23 ടീമിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോഴും എടുക്കുന്ന അപ്രോച്ചുകൾ വളരെ മോശം തന്നെയാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഫ്രണ്ട്ലീസ് കിട്ടുക, കാരണം അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സീനിയർ ടീമാണ്. അപ്പം അവിടെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളൊരു ഫാക്ടറുണ്ട്. പലരും ഒക്കെ ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ അണ്ടർ 17 ടീം പെർഫോം ചെയ്യുന്നല്ലോ, അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമുക്ക് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇതിനൊക്കെ കൃത്യമായിട്ട് ഇവർക്കൊക്കെ ഇപ്പോൾ അണ്ടർ 17 കഴിഞ്ഞ് അണ്ടർ 19 ബാച്ച് കഴിഞ്ഞ് അണ്ടർ 21 അണ്ടർ 23 ആ ലെവലിൽ കൃത്യമായിട്ട് പോവുക എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അതിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പം അണ്ടർ 17 നേരത്തെയൊക്കെ നല്ല രീതിയിൽ എക്സ്പോഷർ പരിപാടികളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അണ്ടർ 17 ടൂർണമെൻറ്റ് ക്വാളിഫിക്കേഷനൊക്കെ വരാനായി. യാതൊരു വിധത്തിൽ ഐഡിയ ഇല്ല എന്താണ് നടക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ അണ്ടർ 20 നമ്മൾ ക്വാളിഫിക്കേഷനേ നേടാറില്ല സമീപകാലങ്ങളിലൊന്നും. ഇപ്പം ക്യാമ്പ് ഗോവയിൽ തുടങ്ങാൻ പോകുന്നു, കോച്ചിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നതാണ്. ഏതൊക്കെയാണ് പ്ലേയേഴ്സ്, എന്തൊക്കെയാണ് എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ളൊരു ഐഡിയയും ആ കാര്യത്തിലും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് ലീഗിൻ്റെ സ്ട്രക്ചർ പോകുന്നത്, ഇതൊക്കെയാണ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വേസ്റ്റ് ആയിട്ടാണ് അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 18 ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ട് പ്ലേയേഴ്സിന് മാച്ചസ് 30-40 മാച്ചസ് ഒക്കെ കിട്ടുക എന്നുള്ളതുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ സംസാരിക്കാതിരിക്കുകയാണ്. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നൊക്കെയുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻസൊക്കെ. അപ്പം അത് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ RFDL ആണ് ഇപ്പം ഉള്ളതിൽ ഭേദമെന്ന നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ റിലയൻസ് നടത്തുന്നതുകൊണ്ട് ആ നിലയ്ക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സോ മെനി ഫിക്സ് ചെയ്യേണ്ട ഇഷ്യൂസ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ഫിക്സ് ചെയ്യാതെ ഒരു ഷോർട്ട് കട്ടും ഇതിനകത്തില്ല എന്നുള്ളൊരു ഫാക്ടറാണുള്ളത്. പിന്നെ ഫെഡറേഷനെ പറ്റി പ്രധാനമായിട്ടും പറയുന്നൊരു പരാതിയാണ് ഇപ്പം എന്താ പറയുക, ഇഗോർ സ്ട്രീമാച്ചും അതുപോലെ FSDL ഒക്കെ ആയിട്ട് ഈ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിനും അല്ലെങ്കിൽ ഏഷ്യ കപ്പിനും ഒക്കെ എങ്ങനെ ക്യാമ്പ് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ധാരണയിലേക്ക് എത്തിയതാണ്. പെട്ടെന്നാണ് ഈ പറഞ്ഞതുപോലെ ഫെഡറേഷൻ മറ്റ് ചില കപ്പിന് പോകാം, അതായത് ഐ തിങ്ക് തായ്ക്കിങ്സ് കപ്പും അതുപോലെ തന്നെ മലേഷ്യയിൽ വെച്ച് നടന്നുള്ള മർദേക കപ്പുമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയപ്പോൾ FSDLനും പിന്നീടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു എന്നുള്ളതാണ് ഇഗോർ സ്ട്രീമാച്ച് പറഞ്ഞത്. അതായത് ഇഗോർ സ്ട്രീമാച്ചിന് യാതൊരു വിധത്തിലൊരു ഐഡിയ ഇല്ലായിരുന്നു ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു വിഷയം എന്നുള്ളതൊക്കെയാണ്. അപ്പം ഈ ഒരു എന്താണെന്നുള്ളത് രണ്ട് സൈഡും അറിയേണ്ടതുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ ടൂർണമെൻറ്റിൽ പോകണ്ട, ഈ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിനും അതുപോലെ ഏഷ്യൻ കപ്പിനും അതിനും കൂടിയുള്ളൊരു ക്യാമ്പിൻ്റെ ടൈം FSDL നിന്ന് ചോദിച്ചതാണോ എന്നൊക്കെയുള്ളൊരു കാര്യം കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ കല്യാൺ ജോബിയെ പറ്റിയൊക്കെ വളരെ ശക്തമായിട്ടുള്ള വിമർശനമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അതിലും പറഞ്ഞതുപോലെ കുറച്ചധികം ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കല്യാൺ ജോബെ മാറിക്കഴിഞ്ഞാൽ തന്നെ കുറേ മാറ്റങ്ങൾ അല്ലെങ്കിൽ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളൊരു പോയിന്റ് സ്ട്രീമാച്ച് പറയുന്നുണ്ട്. എന്താണ് അവർ തമ്മിലുള്ളൊരു പ്രശ്നം എന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ കല്യാൺ ജോബ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനൊരു പോപ്പുലാരിറ്റി നേടിയെടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മീഡിയ അറ്റൻഷൻ കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഫിഫ പ്രസിഡൻ്റായുള്ള ഇൻഫാൻറ്റിനെ മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൾസൺ വെങ്കറെ മീറ്റ് ചെയ്യുന്നത്, അവരുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് റീസെൻ്റ്ലി പല സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്കും ഒക്കെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാംസിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു ലൈം ലൈറ്റിൽ നിൽക്കാനും അങ്ങനത്തെ ഒരു
പൊളിറ്റീഷ്യൻ എന്ന നിലയിലുള്ള ഒരു ലൈം ലൈറ്റിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശത്തിലാണ്, പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇപ്പം കല്യാൺ ജോബ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഉറപ്പായിട്ടും അദ്ദേഹം വരുന്ന സമയത്ത് വളരെയധികം പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു ഉത്സാഹ കമ്മിറ്റി എന്ന നിലയിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പം ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് പിന്നീട് ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നെ കൃത്യമായിട്ടുള്ള പല കാര്യങ്ങളും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വിഷൻ 2047 എന്നുള്ളത് ഇപ്പോൾ ഒരു സ്കാം എന്ന നിലയിൽ പോലും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വളരെ വിഷമത്തോടു കൂടി തന്നെ പറയേണ്ട രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതും ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്. പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സക്സസ് കണ്ടെത്താൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പം അത് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റിമാച്ച് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു OCA കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകില്ല, ഡെവലപ്മെൻറ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതിലും വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ഇപ്പം പറഞ്ഞല്ലോ, കല്യാൺ ജോബെ BJP ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണ്. അപ്പം അദ്ദേഹത്തിന് ആ ലെവലിലെങ്കിലും വർക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് പൊളിറ്റീഷ്യൻ എന്ന നിലയിലെങ്കിലും അദ്ദേഹത്തിന് പേരെടുക്കാനൊന്ന് ആ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോളിനോടൊരു ആത്മാർത്ഥ എന്ന നിലയ്ക്ക് വർക്ക് ചെയ്യാം. ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ പേരുദോഷം മാറാനുള്ളൊരു സാഹചര്യങ്ങളോടുണ്ട്. അപ്പം അതിൽ പുള്ളിയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം അതിനെപ്പറ്റി കാര്യമായിട്ടുള്ള അനക്കമൊന്നുമില്ല. അപ്പം കാര്യമായിട്ട് തന്നെ അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടർ അതിലുണ്ട് എന്നുള്ളതാണ്. ഉറപ്പായിട്ടും വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന് ചേഞ്ച് വരും. പിന്നീട് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പം ഈ സ്റ്റിമാച്ചിൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. പിന്നെ പുറത്ത് ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ഷമിക്കുക. പിന്നെ സ്റ്റിമാച്ച് പറയുന്നൊരു കാര്യമാണ് ISLുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അതായത് ISLിൽ റെലഗേഷനൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് കോമ്പറ്റീഷൻ കൂട്ടാൻ സഹായകരമാകുമെന്നുള്ളത് ഉറപ്പായിട്ടും. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ടോപ്പ് 6 വേണ്ടിയുള്ളെങ്കിലും ഫൈറ്റ് ഉണ്ട്. അതല്ലാണ്ട് കുറേ ടീമുകൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ അവിടെ ഒരു എന്താ പറയുക, ഒരു മെൻറ്റാലിറ്റി അവിടെ കാണിക്കുന്നില്ല. അവിടെ അപ്പം കാര്യങ്ങൾ ഒരു ഇൻറ്റൻസിറ്റി വരാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം ആ ഒരു കാര്യം വേണം. ഓപ്പൺ ആകുന്ന സമയത്ത് ഉടനെ തന്നെ പറഞ്ഞ ടീമുകളുടെ എണ്ണം കൂട്ടി പ്രൊമോഷനോടൊപ്പം തന്നെ റെലഗേഷൻ വരിക എന്നുള്ളൊരു ഫാക്ടറും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ സ്റ്റിമാച്ച് പറയുന്ന മറ്റൊരു ഫാക്ടറാണ് ഇപ്പോൾ AFFൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ എന്ന പദത്തിലിരിക്കുന്നത് IM വിജയനാണ്. അപ്പം സ്റ്റിമാച്ച് തന്നെ പറയുന്നു IM വിജയൻ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഒരു ഫുട്ബോൾ പ്ലെയറാണ്. പക്ഷേ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം അർഹനല്ല, യോഗ്യനല്ല എന്നുള്ള കാര്യം പറഞ്ഞു. എനിക്കും സിമിലർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണുള്ളത്. കാരണം അദ്ദേഹം ഒരു ലെജൻഡാണ്. അദ്ദേഹം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുട്ബോളേഴ്സിൻ്റെ പേരെടുത്താൽ, അതിൽ 2-3 പ്ലേയേഴ്സിൻ്റെ പേരെടുത്താൽ പോലും അതിൽ നിസ്സംശയം ഉണ്ടാകുന്ന പ്ലെയർ ആണെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ടെക്നിക്കൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു കാലയളവിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള പല കാര്യങ്ങളും എടുത്ത ഡിസിഷനും അല്ലെങ്കിൽ ഇതൊക്കെ വരുന്ന സമയത്ത് അത്ര സക്സസ് അല്ല എന്നുള്ളതാണ്. ഒരു മികച്ച പ്ലെയർ ആയിരിക്കാം, പക്ഷേ ഇങ്ങനത്തെ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും പലതരത്തിലുള്ള കാര്യങ്ങൾ, ഒരു ലെജൻഡറി സ്റ്റാറ്റസിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള ഒരു ടെക്നിക്കൽ, ഇത് മോഡേൺ ഫുട്ബോളിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള പല മേഖലയിൽ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയുടെ കാര്യം പറയുന്നൊരു സാഹചര്യത്തിൽ ഞാൻ നിലവിലെ ടെക്നിക്കൽ ഡയറക്ടറുടെ കൂടി കാര്യം പറയാം. സബീർ പാഷയാണ് ആ ഒരു റോളിലുള്ളത്. എന്താണ് ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറയുന്ന റോളിൽ അദ്ദേഹം അവിടെ ചെയ്യുന്നത് എന്നുള്ളത് ഒരു കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പല ആളുകൾ, ഇപ്പം ഐസക് ഡെറു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൊമേനിയൻ TD ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പകരക്കാരനായിട്ടാണ് വരുന്നത്. പിന്നെ മുമ്പ് പല ആളുകളും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള അതാണ് സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്ത് ഡെവലപ്മെൻറ്റാണ് ഈ സബീർ പാഷ ഈ ഒരു റോളിലേക്ക് വന്നതിന് ശേഷം യാതൊരു തരത്തിലുള്ള അറിവും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളതാണ്. എന്താണ് അവിടെ പ്രവർത്തിക്കുന്നത്, പുള്ളി അവിടെ ഒരു പോസ്റ്റിലിരിക്കുന്നു, ശമ്പളം വാങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തരത്തിലൊരു ഐഡിയ ഇല്ല. പിന്നെ എന്താണ് ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറയുന്ന റോളിൽ സബീർ പാഷയെ നിയമിക്കാൻ കാരണം, എന്താണ് അദ്ദേഹത്തിന് ആ ഒരു എക്സ്പോഷർ ഉള്ളത്, അല്ലെങ്കിൽ എന്ത് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നതിലുള്ളതെന്നുള്ളതും പ്രധാനമായിട്ടും തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം മുമ്പ് ഇപ്പോൾ സാവിയ മെദേര എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിത്വം, അദ്ദേഹം ആ ഒരു പോസ്റ്റിലിരുന്ന സമയത്താണെന്ന് തോന്നുന്നു മറ്റേ ബേബി ലീഗ് പോലുള്ള കാര്യങ്ങളുടെയൊക്കെ പല ഇൻട്രൊഡക്ഷൻ, അതൊക്കെ എത്രത്തോളം ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതല്ല, പക്ഷേ പല കാര്യങ്ങളും അവിടെ നടക്കുന്നു എന്നുള്ളതിനൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലൊക്കെ നോക്കിയാൽ അദ്ദേഹം ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടും പിന്നീട് ഹെഡ് കോച്ചായിട്ട് വരെ പ്രവർത്തിച്ചിട്ടാണ് പിന്നീട് ആ TD റോളിലൊക്കെ കുറച്ച് കാലമാണെങ്കിലും ഇരുന്നിട്ടുള്ളത്. ഇതിപ്പം ഏതാണ്ട് 2-3 വർഷമായി ഈ ഒരു സബീർ പാഷ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റേറ്റ് ടീമിൻ്റെ കോച്ചായിരുന്നു, ചെന്നൈയിൻ FC അസിസ്റ്റൻറ്റ് കോച്ചായിരുന്നു. അതിനപ്പുറത്തേക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവലിലുള്ള യോഗ്യത എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ആ യോഗ്യത മറച്ചിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്ത് പ്രൂവ് ചെയ്യാം, പക്ഷേ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്.
പറയുന്ന പോലെ അവിടെ വർക്ക് ചെയ്യാനായിട്ട് യോഗ്യരായിട്ടുള്ള ഇന്ത്യയിൽ തന്നെയുള്ള വ്യക്തിത്വങ്ങളുണ്ട്, അതിന് എലിജിബിൾ ആയിട്ടുള്ള. ഇപ്പം എൻ്റെ ഒരു ഇതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 വ്യക്തിത്വങ്ങളുടെ പേര് പറയും. ഇപ്പോൾ റിച്ചാർഡ് ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ബംഗളൂരു യുണൈറ്റഡിൽ അല്ലെങ്കിൽ ബംഗളൂരു FC-ലായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. പല ഇന്ത്യൻ ക്ലബ്സിലൊക്കെ ഈ തരത്തിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ നോളജ്, ആസ് എ മോഡേൺ ഫുട്ബോളിനെ അദ്ദേഹം കാണുന്ന രീതി, ഇതൊക്കെ വളരെ നമുക്ക് വിസിബിളാണ്. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കും വളരെ നോളജുള്ള മോഡേൺ ഫുട്ബോളിനെ എങ്ങനെ കാണണം എന്നൊക്കെ ഒരു വീക്ഷണമുള്ളൊരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെയാണ് പ്രദ്യും റെഡ്ഡി. ഐ തിങ്ക് അദ്ദേഹം സ്കോട്ടിഷ് സിറ്റിസൺ ആണ്, പക്ഷേ ഇന്ത്യൻ ഇതുള്ളതുകൊണ്ട് അദ്ദേഹം നിലവിൽ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 10-14 വർഷങ്ങളായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സ്കോട്ട്ലൻഡിൽ ജനിച്ച് അവിടുത്തെ ഒരു ബേസ്, UK ഒരു ബേസുമായിട്ടാണ് ഇന്ത്യയിൽ എത്തുന്നത്. പിന്നീട് ഷില്ലോങ്ങിൽ വന്ന് അവിടെ സക്സസ് ഉണ്ട്. BFCയുടെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് സക്സസ് നടത്തി. പിന്നീട് പലയിടത്തും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ എക്സ്പേർട്ട് എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഡെംബോയുടെ CEO ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെ അവർ പ്ലേയേഴ്സിനെ അനലൈസ് ചെയ്യുന്നു, മോഡേൺ ഫുട്ബോളിനെ കാണുന്നു, അതെങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൽ അപ്ലൈ ചെയ്യാമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയും ബോധ്യവും ഉള്ള ആളുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെയൊക്കെ ഉറപ്പായിട്ടും ഇങ്ങനത്തെ റോൾസിലേക്ക് കൊണ്ടുവന്ന് പ്രവർത്തിക്കുക, ഈ കാര്യത്തിൽ ഉറപ്പായിട്ടും ഉറങ്ങുകയാണ് AFF ഫെഡറേഷൻ അല്ലെങ്കിൽ കല്യാൺ ചൗബെ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആരാണെങ്കിലും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീമാച്ചിനെ എഗ്രി ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഈ പറഞ്ഞവയിൽ കൂടുതൽ കാര്യങ്ങളും സ്ട്രീമാച്ചിനെ ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ മുമ്പ് സ്ട്രീമാച്ച് ഔട്ട് ആകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ അത് സംഭവിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന് എന്താണ് നമ്മൾ ഓൺ ഫീൽഡിൽ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹം എന്താ പറയുക, വാ തുറന്നു കഴിഞ്ഞാൽ വീണ്ടും പലതരത്തിലുള്ള എക്സ്ക്യൂസസ് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫീൽഡിൽ സംഭവിക്കുന്നതിന് അദ്ദേഹത്തിന് വേറെ കാരണങ്ങളാണ്. സോ അതിനോടൊപ്പം തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ് ഫെഡറേഷൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെയും മറ്റു പലരും എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അതിനോടൊപ്പം തന്നെ എനിക്ക് ഈ സ്റ്റിമാച്ച് പറഞ്ഞതിൽ എതിർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാൻ മത്സരം തോറ്റതിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യത്തിന് പറഞ്ഞത്, മോഹൻ ബഗാനൊക്കെ AFC കപ്പിൽ പോയി മാൽദീവ്സ് ക്ലബിനോടും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ക്ലബിനോടും തോറ്റു എന്നുള്ളതാണ്. അവർ തോറ്റോട്ടെ, അപ്പം ഇദ്ദേഹം ഉദ്ദേശിച്ച് വെച്ചിരുന്ന അഫ്ഗാനിസ്ഥാൻ മത്സരത്തിനോട് അദ്ദേഹം സമീപിച്ചത് തന്നെ ഇങ്ങനെ തോൽവി എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് രാഖി രാമായണം വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ 3rd റൗണ്ടിലേക്ക് എത്തുമെന്നുള്ളത്? അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരങ്ങളിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തതിന് യാതൊരു വിധത്തിലുള്ളൊരു ന്യായീകരണവും ഇവിടെ നിരത്താനില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയേണ്ടതുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത് മലേഷ്യ മാച്ചിൽ റോബ്ഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഖത്തർ മാച്ചിൽ മറ്റേ ഗോള് റോബ് ചെയ്യപ്പെട്ടതുള്ള സാഹചര്യങ്ങളൊക്കെയാണ്. സോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ത്യ 100-ന് താഴെ വന്നേനെ റാങ്കിങ്ങിൽ, അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയതിന്. സോ പറഞ്ഞല്ലോ, അഫ്ഗാനിസ്ഥാൻ മാച്ചിലാണ് സത്യത്തിൽ ലിറ്ററലി നമ്മളുടെ കാര്യങ്ങൾ കൈവിട്ടു പോയത്. അതുപോലെ കുവൈറ്റ് മാച്ചിൽ നടത്തിയിട്ടുള്ള അപ്രോച്ച്, ഇത്രയും ലോങ് ക്യാമ്പ് കിട്ടിയിട്ട് എന്താണ് കാണിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ്. പിന്നെ അദ്ദേഹം ഷാജി പ്രഭാകരനെ പറ്റിയൊന്നും അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹത്തെ പറ്റി ഒരുപാട് വിഭിന്ന അഭിപ്രായങ്ങൾ ഏറെയുള്ളതാണ്. പുള്ളി ഇപ്പം ഷാജി പ്രഭാകരനാണ് ഈ പറഞ്ഞ കോൺട്രാക്റ്റ്, അത് ഒരു വളരെ വിയേഡായിട്ടുള്ള കോൺട്രാക്റ്റ്, 2026 വരെ ഒരു കോൺട്രാക്റ്റ് പ്ലസ് 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന തരത്തിലാണ് കൊടുത്തത്. സോ അതുകൊണ്ടായിരിക്കും അദ്ദേഹം, എനിക്കൊന്ന് ഷാജിയെ പറ്റി എന്താ പറയുക, ആ ഒരു പ്രോജക്റ്റുമായിട്ട് വന്നിട്ട് പിന്നെ പുറത്താക്കിയതിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി വിമർശിക്കുന്നുണ്ട്. അതിൽ ഒരു ക്ലാരിറ്റി ഇല്ല, കൃത്യമായിട്ട് ഞാൻ കണ്ടില്ല. സോ ഷാജി പ്രഭാകരൻ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കാര്യങ്ങൾ, എങ്ങും തൊടാതെ ഇടുന്ന ചില ട്വീറ്റുകളും പോസ്റ്റുകളും, അതും സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഒന്നെങ്കിൽ പുള്ളി കാര്യങ്ങൾ ഇത് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, പുള്ളി പറഞ്ഞ പോലെ പിന്നെ മറ്റ് ബ്ലെയിം ചെയ്യാൻ പുള്ളി എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നുള്ളതൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം സ്റ്റിമാച്ചിലേക്ക് തന്നെ തിരിച്ചു വരുന്നൊരു സമയത്ത് പ്ലെയേഴ്സിനെയൊക്കെ പറ്റി അദ്ദേഹം ഭയങ്കര നല്ല അഭിപ്രായമാണ്. പുള്ളിയാണ് കംപ്ലീറ്റ് ഡിസിഷൻ എടുത്തത്, ഇതിനകത്ത് പൊളിറ്റിക്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ പുള്ളി മുമ്പ് തന്നെ പ്ലേയേഴ്സൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പറയാനുള്ള സാധ്യത ഒന്നും എന്താണെങ്കിലും കാണുന്നില്ല. പക്ഷേ മറ്റു പല പ്ലേയേഴ്സുമാണ് ഈ പറഞ്ഞ ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഗോൾ കീപ്പറുടെ ഒരു പോസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഹരിന്ദൻ ഭട്ടാചാര്യയുടെ. അപ്പം ഇത് നല്ല ഡിസിഷനാണ്, ഇതിനകത്തുള്ള പല പൊളിറ്റിക്സിനെ അദ്ദേഹം ഒരു ഇന്നർ മീനിങ് എന്ന നിലയിലൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് പുള്ളി സ്റ്റിമാച്ച് ഡ്രസ്സിംഗ് റൂമിലൊക്കെ ഒരു നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതൊക്കെയാണ് സോ അദ്ദേഹത്തിന് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള AFF ചെയ്തിട്ടുള്ളൊരു നല്ല കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ 5 വർഷം നിർത്തി എന്നുള്ളതാണ്. സോ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് AFFനോട് ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. സോ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജോലി എന്ന നിലയിലാണല്ലോ അദ്ദേഹം 5 വർഷം പ്രവർത്തിച്ചല്ലോ. സോ പിന്നെ അങ്ങനെയാണെങ്കിൽ സ്റ്റിമാച്ചിനോട് ചോദ്യം ചോദിക്കാനുണ്ട്, പുള്ളി ഈ 5 വർഷം വർക്ക് ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ പ്ലേയേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് സെൻട്രൽ ഫോർവേഡ് കളിക്കാത്ത പ്ലേയേഴ്സിനെയൊക്കെ ഇട്ട സമയത്ത്, അല്ലെങ്കിൽ പല പൊസിഷനിലും ഇട്ട സമയത്ത് I ലീഗിൽ പെർഫോം ചെയ്ത പ്ലേയേഴ്സിന് അവസരം കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 2 മത്സരങ്ങൾ വേണ്ടി വന്നു എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. സോ ആ ചോദ്യങ്ങളൊന്നും ആരും ഉന്നയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സോ
അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അത് അവിടെ വന്ന് ഇപ്പോൾ എഡ്മണ്ട് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അവരുടെ ഒരു ഇൻറ്റൻറ്റ് കാണിക്കുന്നതൊക്കെ കണ്ടാണ്. സോ അങ്ങനെയുള്ള ബാഡ് ഡിസിഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം പിന്നെ പറയുന്നത് ഇന്ത്യയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്ന ആ സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അതിന് AFF ഒരു വഴി ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ മാച്ചസ്, എനിക്ക് തോന്നുന്നു ലീഗിലേക്ക് മാച്ചസൊക്കെ അത് ഇത് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു എന്നുള്ള ഫാക്ടേഴ്സൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും പറഞ്ഞതുപോലെ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ സമയത്ത് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. പിന്നെ സ്റ്റീം മാച്ച് മാത്രമല്ല, സ്റ്റീം മാച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കും എന്നുള്ളതൊന്നുമല്ല. ഇനി കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി എല്ലായിടത്തും ചേഞ്ചസ് വരണം. കോച്ച് എന്നതുപോലെ തന്നെ അണ്ടർ 23 കൃത്യമായിട്ടുള്ള കോച്ച് വേണം. അണ്ടർ 17 അണ്ടർ 20 ഒരു കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനും എക്സ്പോഷറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക എന്നുള്ളത് വേണം. യൂത്ത് ലീഗ് പ്രോപ്പറായിട്ട് എന്നുള്ള കാര്യമുണ്ട്. ടെക്നിക്കൽ ഡയറക്ടർ പോസ്റ്റിലേക്ക് കൃത്യമായിട്ടുള്ള ആളെ നിയമിക്കുക, ടെക്നിക്കൽ കമ്മിറ്റി പിരിച്ചു വിടുക, അവിടെ കാര്യങ്ങളിലേക്കൊക്കെ ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുക എന്നുള്ള ക്രൂഷ്യലായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെയൊക്കെ വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഗൈസ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുക കാണിക്കാൻ.